ഹലോ ഗേസ് ഇതിലൊരു സ്വാഗതം. ഇന്നത്തെ വീഡിയോ സംസാരിക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ മൊബൈലിൽ തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മൈൻ ചെയ്തിട്ട് നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റിനെ കുറിച്ചാണ്. ഈ ഒരു പ്രോജക്റ്റിന്റെ ടോക്കൺ നിലവിൽ ട്രേഡിങ്ങിലാണ്. ഒട്ടുമിക്ക എക്സ്ചേഞ്ചുകളും ലിസ്റ്റ് ആയിട്ടുള്ള ഒരു ടോക്കൺ തന്നെയാണ്. സോ നിങ്ങൾ മൈൻ ചെയ്തെടുക്കുന്ന ടോക്കൺസ് നിങ്ങൾക്ക് സ്പോട്ടിൽ തന്നെ വിറ്റിട്ട് ക്യാഷ് ആക്കി മാറ്റാനും പറ്റും. ഈ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് കുറച്ച് മുന്നേ തന്നെ ഞാൻ വീഡിയോ ഒക്കെ ചെയ്തതാണ്. ആ വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ കാർഡിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സെലൻസിയോ എന്ന ഈ ഒരു പ്രോജക്റ്റിനെ കുറിച്ചാണ് വീണ്ടും ഒരു വീഡിയോയുമായിട്ട് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ നമുക്ക് നമ്മളുടെ കണ്ടന്റിലോട്ട് പോവാം. സെലൻസിയോ എന്ന മൈനിങ് ആപ്ലിക്കേഷനാണ് ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ തന്നെയാണ്. സോ നിങ്ങൾ ഇതിൽ ചെയ്യാനുള്ളത് ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ ചെയ്യുക, ഓപ്പൺ ചെയ്യുക, അതുപോലെ തന്നെ ഇതിൽ മൈൻ ചെയ്യുക എന്നുള്ളതാണ്. മൈനിങ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഞാൻ ഈ വീഡിയോ ജസ്റ്റ് പറഞ്ഞു പോകുന്നുണ്ട്. ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ കാർഡിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ വീഡിയോ കാണാൻ പറ്റുന്നതാണ്. സോ എനിക്ക് കിട്ടിയ ടോട്ടൽ പോയിന്റ്സ് മുകളിൽ കാണിക്കുന്നുണ്ടാവും. അതുപോലെ എൻ്റെ സ്ട്രൈക്കും അവിടെ 276 എന്നുള്ളത് കാണിക്കുന്നുണ്ടാവും. ഇനി മൈൻ ചെയ്യാൻ വേണ്ടി താഴെ ഒരു പ്ലസ് ഐക്കൺ നിങ്ങൾക്ക് അവിടെ കാണിക്കുന്നുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് മൈൻ ചെയ്യാവുന്ന ആക്റ്റീവ് മെഷർമെൻറ്റും അതുപോലെ തന്നെ വാല്യൂ ചെക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു രണ്ട് ഓപ്ഷനിലും ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് മൈൻ ചെയ്യാൻ പറ്റും. ആക്റ്റീവ് മെഷർമെൻറ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ മൈനിങ് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഇവിടെ സ്റ്റാർട്ട് ആവുന്നത് കാണാൻ പറ്റും. സോ നിങ്ങൾക്ക് ഇത് ജസ്റ്റ് മൊബൈലിൽ ഓപ്പൺ ചെയ്ത് വെച്ചാൽ മാത്രം മതി. ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വേറെ എന്തെങ്കിലും യൂസിങ്ങോ കാര്യങ്ങളൊക്കെ അതും ചെയ്യാൻ പറ്റുന്നതാണ്. സോ നിങ്ങളുടെ വീട്ടിലൊക്കെ കുറേ ഫോൺ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉപയോഗിക്കാത്ത ഫോണുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൽ ജോയിൻ ചെയ്തിട്ട് ഇങ്ങനെ തുടർച്ചയായിട്ട് മൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് ടോക്കൺസ് ഏൺ ചെയ്യാൻ പറ്റും. ഓരോ 30 മിനിറ്റ് കൂടുമ്പോൾ ഈ ഒരു മൈനിങ് സ്റ്റോപ്പ് ആകും. സോ ഇനി നിങ്ങൾക്ക് ഇത് മാനുവലായിട്ട് തന്നെ, അതായത് 30 മിനിറ്റ് ആവാതെ തന്നെ സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ ഒരു സ്ക്വയർ കാണാം, അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് റൗണ്ടും കാണാൻ പറ്റും. അതിങ്ങനെ ജസ്റ്റ് ടാപ്പ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ കണ്ടോ ആക്റ്റീവ് മെഷർമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. 30 മിനിറ്റ് ഓട്ടോമാറ്റിക്കലി കഴിഞ്ഞാലും ഇങ്ങനെയുള്ള ഒരു പേജിലോട്ടാവും പോകുന്നത്. സോ അതിനുശേഷം താഴെയുള്ള കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ഇങ്ങനെയുള്ള രണ്ട് ഓപ്ഷൻ വരും. വാച്ച് ആഡ് ടു മൾട്ടിപ്പിൾ റിവാർഡ്സ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടാവും. ക്ലെയിം വിത്തൗട്ട് വാച്ചിങ് ആഡ്സ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടാവും. വാച്ച് ആഡ് ടു മൾട്ടിപ്പിൾ റിവാർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ അതിൽ വരുന്ന ആഡ്സ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ പോയിന്റ്സിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് പോയിന്റ്സ് ആഡ് ആവും എന്നുള്ളതാണ്. സോ ക്ലെയിം വിത്തൗട്ട് വാച്ചിങ് ആഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഡ്സ് വാച്ച് ചെയ്യാതെ നിങ്ങൾക്കത് ഈ ഒരു പോയിന്റ്സ് തന്നെ ക്ലെയിം ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. സോ ഞാൻ ക്ലെയിം വിത്തൗട്ട് വാച്ചിങ് ആഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തപ്പോൾ കണ്ടോ സെയിം പേജിലോട്ട് തന്നെ പോകുന്നു. നമ്മുടെ ആ ജസ്റ്റ് ചെറിയ പോയിന്റ് അവിടെ ആഡ് ആയത് കാണാൻ പറ്റും. രണ്ടാമത്തെ ഓപ്ഷൻ എങ്ങനെയെന്നുള്ള കാണിച്ചു തരാം. പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക, വാല്യൂ ചെക്കിംഗ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ തന്നെ എടുക്കുക. സെലക്ട് യുവർ വാല്യൂ എന്നുള്ള ഭാഗത്ത് സ്റ്റാർട്ട് ആക്റ്റീവ് മോഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെയും സെയിം പ്രോസസ്സ് തന്നെയാണ്. 30 മിനിറ്റ് തുടർച്ചയായിട്ട് മൈനിങ് നടക്കുന്നതായിട്ട് കാണാം. അത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് നെക്സ്റ്റ് പേജിലോട്ട് പോകും. കണ്ടിന്യൂ എന്നുള്ള നേരത്തെ കാണിച്ചിട്ടുള്ള പേജിലോട്ട് പോകും. ഇനി ഇത് മാനുവലായിട്ട് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു മൈനിങ് ഞാൻ ഇങ്ങനെ ക്ലോസ് ചെയ്യുന്നത്. അതല്ലാതെ തുടർച്ചയായിട്ട് 30 മിനിറ്റ് തന്നെ ഇത് മൈനിങ് നടക്കുന്നതാണ്. സോ അതിൽ ടാപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കണ്ടോ ആക്റ്റീവ് മെഷർമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടാകും. അവിടെ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ വാച്ച് ആഡ് മൾട്ടിപ്ലൈ റിവാർഡ്സ് എന്നുള്ള ഈ ഒരു ഓപ്ഷനാണ് ഇപ്പം ഞാൻ സെലക്ട് ചെയ്യുന്നത്. രണ്ടും ഡിഫറൻ്റ് ആയി തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ ഒരു ആഡ്സ് വരും. അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ടാപ്പ് ടു സ്പിൻ എന്നുള്ള ഈ ഒരു ഓപ്ഷനാണ് വരുന്നത്. അത് ടാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ 1000 ഉണ്ട്, 100 ഉണ്ട്, 10, 5 അങ്ങനെ പറഞ്ഞിട്ട് കുറേ എക്സ് കാണാൻ പറ്റും. സോ എനിക്കിവിടെ 1.5x ആണ് കിട്ടിയത്. അതായത് നിലവിൽ എനിക്ക് കിട്ടിയ പോയിന്റ്സിൻ്റെ 1.5x ആണ് എനിക്ക് കണ്ടിന്യൂ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുക. സോ ഇനി അതല്ല നിങ്ങൾക്കിത് പോരാന്നുണ്ടെങ്കിൽ ടാപ്പ് ട്രൈ അഗൈൻ എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഒരു ആഡ്സ് വരും. വീണ്ടും ഇതുപോലെ ടാപ്പ് ചെയ്തിട്ട് സ്പിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ 10 കിട്ടാം, 100 കിട്ടാം, 1000 കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയ നിലവിൽ കിട്ടിയ പോയിന്റ്സിൻ്റെ 1000x ആണ് നിങ്ങളുടെ പോയിന്റ്സിൽ ആഡ് ആവുന്നത്. സോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ഒരു മന്തിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് പോയിന്റ്സും കിട്ടും, അതിനനുസരിച്ചുള്ള കോയിൻസും നിങ്ങൾക്ക് കിട്ടും. സോ ഇനി നിങ്ങൾ ചെയ്യാനുള്ളത് നിങ്ങളുടെ പ്രൊഫൈൽ ഐക്കൺ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ താഴെ ഭാഗത്തായിട്ട് ഇവിടെ യുവർ ഡെയിലി റാഫൽ ടിക്കറ്റ് ബോണസ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. സോ 5 തവണ നിങ്ങൾക്ക് ഈ ഒരു റാഫൽ ടിക്കറ്റ്സ് എടുക്കാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആഡ്സ് വരും. ആഡ്സ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റാഫൽ ടിക്കറ്റ്സ് കിട്ടും. ഒന്നല്ല കിട്ടുന്നത്, ചിലപ്പോൾ 100 ആവാം, 1000 ആവാം. അതിലെത്രയാണ് വരുന്നത് അത്രയും റാഫൽ ടിക്കറ്റ്സ് കിട്ടും. സോ റാഫൽ ടിക്കറ്റ്സ് എന്ന് പറയുന്നത് റാഫൽ ടിക്കറ്റ്സിനെ നിങ്ങൾ ആ ഒരു മന്ത്ലി എടുക്കുന്ന പോയിന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാവും ആ ഒരു മന്ത്ലി ടോട്ടൽ കാൽക്കുലേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇവിടെ കിട്ടുന്ന പോയിന്റ്സും റാഫൽ ടിക്കറ്റ്സും അതിനോട് ബന്ധിപ്പിച്ചിട്ടുള്ള സംഗതി തന്നെയാണ്. സോ റാഫൽ ടിക്കറ്റ്സ് നിങ്ങൾ ഡെയിലി കളക്ട് ചെയ്യാൻ നോക്കുക. 5 തവണ ഡെയിലി നിങ്ങൾക്കിത് ക്ലെയിം ചെയ്യാൻ പറ്റും. ഇവിടെ കണ്ട ഞാനൊരു ആഡ്സ് വന്നു, ക്ലോസ് ചെയ്തു. ഇവിടെ 100 ആണ് റാഫൽ ടിക്കറ്റ്സ് കിട്ടിയത്.
കഴിഞ്ഞ മാസം എനിക്ക് കിട്ടിയ റിവാർഡ്, അതായത് എങ്ങനെയാണ് ഈ ഒരു മന്തിൽ എല്ലാ മാസവും നമുക്ക് കിട്ടിയ റിവാർഡ് ക്ലെയിം ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയാൻ പറ്റും. ഇവിടെ ക്ലെയിം യുവർ റാഫിൾ റിവാർഡ്സ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ടാവും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, പ്ലീസ് സെലക്ട് യുവർ കൺട്രി, അതായത് നിങ്ങളുടെ കൺട്രി ഇവിടെ ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇങ്ങനൊരു പേജിലോട്ടാകും പോകുന്നത്. ഇവിടെ കണ്ടോ കുറേ ക്യൂബുകൾ കാണാൻ പറ്റും. ഇത് ഓപ്പൺ ചെയ്യണം. ടാപ്പ് ടു ഓപ്പൺ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, ഓരോ ബോക്സിൻ്റെ നേരെ കാണാൻ പറ്റും. ഞാൻ പക്ഷത്തെ ബോക്സിൽ ക്ലിക്ക് ചെയ്തപ്പോൾ കണ്ടോ ജസ്റ്റ് ഇങ്ങനെ ബോക്സ് ഇങ്ങനെ തിരിയുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി നമുക്ക് കിട്ടിയ ആ ഒരു SLC എന്ന ഈ ഒരു ടോക്കൺ എത്രയെന്ന് നോക്കാം. സെക്കൻഡ് ബോക്സ് ഞാൻ ഓപ്പൺ ചെയ്തു. ഓരോ ബോക്സിൽ നമുക്ക് കിട്ടിയ കോയിൻസ് അവിടെ കാണിക്കുന്നുണ്ടാവും. തേർഡ് ബോക്സ് ഞാൻ ഓപ്പൺ ചെയ്തു. എല്ലാ മാസവും അവസാനം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ബോക്സ് എല്ലാം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം താഴെയുള്ള ക്ലെയിം എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കൊടുക്കുക. ടോട്ടൽ എനിക്ക് കിട്ടിയ ബാലൻസ് എന്ന് പറയുന്നത് 9421 SLC ടോക്കണാണ്. ക്ലെയിം എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ 2 ഓപ്ഷൻ വന്നിട്ടുണ്ടാവും, കണ്ടിന്യൂ ആൻഡ് സ്റ്റാർട്ട് സ്റ്റേക്കിംഗ്. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാനുള്ള ഒരു ഓപ്ഷനിലോട്ട് പോകും. സ്റ്റാർട്ട് സ്റ്റേക്കിംഗ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് വെസ്റ്റിംഗ്, അതായത് സ്റ്റേക്കിംഗ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് 1 മാസത്തിനോ അല്ലെങ്കിൽ 12 മാസത്തിനോ 18 മാസത്തിനൊക്കെ സ്റ്റേക്കിംഗ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞു തരാം. ഞാനിവിടെ കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷനാണ് കൊടുത്തത്. ഇനി മുകളിലുള്ള വാലറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ അവൈലബിൾ ബാലൻസ് എന്നുള്ള ഓപ്ഷൻ കാണാം, ലോക്ക്ഡ് കാണാം, സ്റ്റേക്കഡ് കാണാം. അവൈലബിൾ ബാലൻസ് എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് വിഡ്രോവൽ ചെയ്യാൻ പറ്റുന്ന ബാലൻസ് ആണ്. ലോക്ക്ഡ് ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മാസവും നമ്മൾ ക്ലെയിം ചെയ്തിട്ടുള്ള ബാലൻസ് നേരെ ലോക്ക്ഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിലോട്ടാണ് പോകുന്നത്. ലോക്ക്ഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ നിന്നും ഓരോ ദിവസവും കുറച്ച് ഒരു എമൗണ്ട് നിങ്ങളുടെ അവൈലബിൾ എന്നുള്ള ഈ ഒരു ഓപ്ഷനിലോട്ട് മാറും. സ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ബാലൻസ് ലോക്ക്ഡ് ആയിരിക്കും. പക്ഷെ ഇത് ലോക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് റാഫിൾ ടിക്കറ്റ്സ് എക്സ്ട്രാ കൂടുതൽ, അതായത് പെർസെൻറ്റേജ് കൂടുതൽ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. അങ്ങനെ ഏൺ ചെയ്യുമ്പോൾ നെക്സ്റ്റ് മന്ത്ലി നമ്മളുടെ പോയിന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടും റാഫിൾ ടിക്കറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാവും പോയിന്റ്സ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോയിൻസ് കൂടുതൽ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. താഴെ വന്നു കഴിഞ്ഞാൽ നിലവിൽ നമുക്ക് ക്ലെയിം ചെയ്ത ബാലൻസ് കാണാം, വിഡ്രോ ചെയ്ത ബാലൻസ് ഒക്കെ ഇവിടെ നിന്നും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ആ ഒരു മാസത്തെ ബാലൻസ് ലോക്ക്ഡ് ആണ് എന്നുണ്ടെങ്കിൽ സ്റ്റേക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും അവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യം നിങ്ങൾ സ്റ്റേക്ക് ചെയ്യാത്തവർക്കാണ് കേട്ടോ ഈ പറയുന്നത്. സ്റ്റേക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ട്. ഈ ഒരു ബാക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ ക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷനായിരുന്നു അവിടെ വന്നിട്ടുള്ളത്. ഇപ്പോൾ കണ്ടോ സ്റ്റേക്ക് ഫോർ റിവാർഡ്സ് എന്നുള്ള ഓപ്ഷനാണ് വന്നിട്ടുള്ളത്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാലൻസ് സ്റ്റേക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. കൺഫേം ആൻഡ് സ്റ്റേക്ക് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, ഇവിടെ നിങ്ങൾ ചെയ്യാനുള്ളത് സെലക്ട് സ്റ്റേക്ക് ഡ്യൂറേഷൻ എന്നുള്ള ഈ ഒരു ഭാഗത്ത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ എത്ര മാസത്തിനാണ് സ്റ്റേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് സെലക്ട് ചെയ്യുക. കൂടുതൽ മാസത്തിന് സ്റ്റേക്ക് ചെയ്യാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും റാഫിൾ ടിക്കറ്റ്സ് കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റും. അതായത് OG ബോണസ് നിങ്ങളുടെ പെർസെൻറ്റേജ് കൂടുന്നതൊക്കെ കാണാൻ പറ്റും. ഇനി നിങ്ങളുടെ ബാലൻസ് എത്രയാണ് നിങ്ങൾ സ്റ്റേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതായത് 100% ആണെങ്കിൽ 100% കൊടുക്കുക. ഇവിടെ കണ്ട ന്യൂ OG ബോണസ് കാണാം, അതുപോലെ ബോണസ് റാഫിൾ ടിക്കറ്റ്സ് കാണാം. ഇവിടെ നിങ്ങൾ എത്ര എമൗണ്ട് ആണ് കൊടുക്കുക അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അവിടെ മാറി ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. അതിനുശേഷം കൺഫേം ടോക്കൺ ലോക്ക് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ്റെ ആ ഒരു റൈറ്റ് സൈഡിലോട്ട് ഒന്ന് സ്ലൈഡ് ചെയ്ത് കൊടുക്കുക. സ്ലൈഡ് ചെയ്ത് കുറച്ച് സമയത്തിന് ശേഷം ഇവിടെ കാണാൻ പറ്റും എത്ര ടോക്കൺ ആണ് സ്റ്റേക്ക് ചെയ്തത്, OG ബോണസ് എത്ര പെർസെൻറ്റേജ് ആണ് കിട്ടിയത് എന്നൊക്കെ കാണാൻ പറ്റും. ഇവിടെ കണ്ട ഗെറ്റ് സൈലൻസ് ആഡ് ഫ്രീ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അതിൽ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആഡ്സ് കാണാതെ തന്നെ ഈ ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ഓപ്ഷനാണത്. നിലവിൽ 1 ഇയറിന് ഏകദേശം ഒരു 500 രൂപയ്ക്ക് താഴെ എന്തോ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതായത് ആഡ്സ് കാണാതെ തന്നെ നമുക്ക് ഈ ഒരു മൾട്ടിപ്പിൾ റിവാർഡ്സ് കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാൻ പറ്റും. നിങ്ങളത് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഫ്രീ ആയിട്ട് തന്നെ ഇതിൽ നിന്നും ടോക്കൺസ് നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് കിട്ടിയ ബാലൻസ് എങ്ങനെ വിഡ്രോ ചെയ്യാമെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. വാലറ്റ് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ അവൈലബിൾ ബാലൻസിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് വിഡ്രോ ചെയ്യാൻ വേണ്ടി സെൻഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഏത് എക്സ്ചേഞ്ചിൽ പോയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. എക്സ്ചേഞ്ചിൽ എൻ്റെ SLCൻ്റെ ഡെപ്പോസിറ്റ് അഡ്രസ്സ് കോപ്പി ചെയ്തിട്ട് ഈ ഒരു ബോക്സിൽ പേസ്റ്റ് ചെയ്തു. അതിനുശേഷം താഴെയുള്ള കണ്ടിന്യൂ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തു. ഒരു കൺഫേം മെസ്സേജ് വന്നിട്ടുണ്ടായി. കൺഫേം എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര ബാലൻസ് ആണോ വിഡ്രോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. മാക്സിമം ആണെന്നുണ്ടെങ്കിൽ മാക്സിമം കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആവശ്യമുള്ള എമൗണ്ട് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് പേജിൽ കണ്ടോ യു വിൽ സെൻഡ് നിങ്ങൾ കൊടുത്ത എമൗണ്ടും കാണാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ നെറ്റ്വർക്ക് ഫീ വരുന്നത് 1000 SLC ടോക്കണാണ്. എത്ര എമൗണ്ട് നിങ്ങൾ വിഡ്രോ ചെയ്താലും 1000 SLC ടോക്കണ് ഇവിടെ ഫീസായിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു മാക്സിമം വലിയ എമൗണ്ട് ആയതിനു ശേഷം വിഡ്രോ ചെയ്യുന്നതാകും ഏറ്റവും ബെറ്റർ.
സോ ഈ ഒരു വിഡ്രോ ഞാൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് എങ്ങനെയാണ് വിഡ്രോവൽ ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ്. സോ ഈ വീഡിയോ ഇഷ്ടമായ ലക്ഷ്യമാർക്ക് എൻ്റെ ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോസുമായിട്ട് കാണാം.